ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്. ആസിയാൻ കരാറിൻ്റെ തുടർഫലമായി കാർഷിക മേഖല വലിയ ആഘാതമാണ് നേരിടുന്നത്. അതിന് കഴിഞ്ഞ ബജറ്റിലൂടെ LDF സർക്കാർ വ്യക്തമായ ആശ്വാസ നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ റബ്ബർ, നാളികേരം, നെല്ല് ഇങ്ങനെയുള്ള കാർഷിക മേഖലകളിൽ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയനിലപാടുകൾ, അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം ഈ ബജറ്റ് അത് കൃത്യമായി അഭിസംബോധന ചെയ്യുന്നില്ല. ഇതൊരു കണ്ടില്ലെന്നടിക്കലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ കണ്ടില്ലെന്നടിക്കലിലെ രാഷ്ട്രീയമാണ്. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ബജറ്റ് ശ്രമിക്കുന്നതും ഇതേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ധവളപത്രം വികസനക്ഷേമ പദ്ധതികളിൽ നിന്ന് വരുന്ന വർഷങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരുതരം മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. സർക്കാരിൻ്റെ സ്വാഭാവിക ബാധ്യതകളുണ്ട്. ആ സ്വാഭാവിക ബാധ്യതകളെ പെരുപ്പിച്ച് കാട്ടുക, വരവിൽ ഉണ്ടാകുന്ന വർധനവ് മറച്ചു പിടിക്കുക, ഇതൊക്കെ ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ ബജറ്റുകളിലെ വകുപ്പുകൾക്കുള്ള അലോക്കേഷൻ വലിയ വ്യത്യാസമില്ലാതെ പുനഃക്രമീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് കേരളമാകെ ഒരു നവകേരള സ്വപ്നം ഉണ്ടാണെന്നാണ്. അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിൻറ്റും ഇതിൽ കാണാനില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാർ സ്വീകരിച്ചൊരു ദ്വിമുഖ സമീപനമുണ്ട്. അതൊന്ന് ക്ഷേമ ആശ്വാസ നടപടികളായിരുന്നു, അതോടൊപ്പം തന്നെ വികസന നടപടികൾ. ഈ ദ്വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ബജറ്റിലെ LDF അവതരിപ്പിച്ച ബജറ്റിലെ കാര്യങ്ങൾ പലതും ആവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പോലുള്ളവ അതിൻ്റെ ഉദാഹരണങ്ങളായി കാണാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, നേരത്തെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അവ പേര് മാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്.